ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത്. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇല്ല ടി വി കണ്ടില്ല, ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത്. സൂപ്പറാണ്. പഴയ പടമാണ്, നമുക്കങ്ങനെ തോന്നില്ല. ഫുൾ അവരിങ്ങനെ ക്ലാരിറ്റി ഉള്ളതും ചെയ്ത് വെച്ചിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. വൺ എൻ്റെ ലൈഫ് ലെസൺ ഇൻ വൺ ഫിലിം. അടിപൊളിയായിരുന്നു. സൂപ്പറായിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും എടുത്ത് അത് അറിയിക്കേണ്ടതായിട്ടില്ലല്ലോ. താങ്ക് യു. അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിലീസ് അടിപൊളി. പിന്നെ നല്ല ഫീലിംഗ് ഉള്ള ഫിലിംസ് അല്ലേ. തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത് കണ്ടത് കൊള്ളാം. തിയേറ്റർ കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല രസമുണ്ട്. പൊളി. പണ്ട് നമ്മൾ ടി വിയിൽ മാത്രം കണ്ടോണ്ടിരുന്നതല്ലേ സിനിമ. തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയാണ്. സൂപ്പർ. സൗണ്ട് ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാം അടിപൊളി. എല്ലാവരും തിയേറ്ററിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയാവുള്ളൂ. അടിപൊളിയാണ്. 4K ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റിയാണ്. സംഭവം കൊള്ളാം. നല്ല ഇതൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാണ്. കൊള്ളാം. സൂപ്പർ സാർ. ഒരു രക്ഷയില്ല. രോമാഞ്ചം ഓൾവേസ്. ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ തലൈവർ രജനീകാന്ത്. ഓൾവേസ് സൂപ്പർ സ്റ്റാർ. സൗണ്ട് ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? സൗണ്ട് ക്വാളിറ്റി പിക്ചർ ക്വാളിറ്റി എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വല്ലാതെ എക്സ്പീരിയൻസ്. അടിപൊളി. ചേട്ടാ ഇപ്പൊ കണ്ടപ്പോ ഒരു ഓളം എങ്ങനെയുണ്ട്? അടിപൊളി. ചേട്ടാ എങ്ങനെയുണ്ട്? പൊളിയാണ്. അടിപൊളി സൂപ്പറായിരുന്നു. ഇപ്പൊ തിയേറ്ററിൽ കണ്ടപ്പോ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ കണ്ടപ്പോ 25 ഇയേഴ്സിന് ശേഷം ഇപ്പൊ കണ്ടത് സൂപ്പറായിട്ടുണ്ട്. തലവറിനെ കണ്ടപ്പോ എങ്ങനെയുണ്ട്? അടിപൊളി. അതേ ഡയലോഗ് തന്നെ. വയസ്സായാലും അഴകും സ്റ്റൈലും ഇതിലായിട്ട് കുറഞ്ഞിട്ടില്ല. സൂപ്പറാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ബ്രോ. അടിപൊളിയായിരുന്നു ബ്രോ. ഒരുപാട് തവണ കണ്ടിട്ടുള്ള സിനിമയാണ്, പക്ഷേ ആദ്യം ഒരു തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റി. ഫുൾ പാക്ഡ് ഒരു തിയേറ്ററിലിരുന്ന് കാണാൻ പറ്റി ഫാൻസിൻ്റെ കൂടെ. അതും ഭയങ്കര ഒരു രജനി ഫാൻസിൻ്റെ കൂടെ ഇരുന്നാണ് കണ്ടത്. ഇത്രയും ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് വിചാരിച്ചില്ല. നല്ല പ്രിൻ്റൊക്കെ അടിപൊളിയായിരുന്നു. കാര്യം അവരൊരുപാട് അപ്സ്കെയിൽ ചെയ്തിട്ടുണ്ട്. സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. നല്ല ക്വാളിറ്റി ആയിരുന്നു. നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി. പിന്നെ അടിപൊളി. സൂപ്പറായിരുന്നല്ലേ. രജനീകാന്തിൻ്റെ ആ ഒരു ഓറയും എല്ലാം കുറേ കാലത്തിന് ശേഷം ഒന്നുകൂടെ സ്ക്രീനിൽ കാണാൻ പറ്റി. എനിക്ക് തോന്നുന്നു ജയിലറിന് ശേഷം അത്രയും നമുക്ക് അടിച്ചു പൊളിച്ച എന്താ പറയുക, നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു പടം പിന്നെ ഇറങ്ങിയിട്ടില്ല. കൂലി പോലും അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഇതെന്തായാലും അടിപൊളിയായിരുന്നു. കൊള്ളാം.